ഭൂമി തട്ടിപ്പ് കേസിൽ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാമ്യം. ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. രാധാകൃഷ്ണൻ, ഹേമന്ത് സോറനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണിത്. കർശന ഉപാധികളോടെയാണ് ജാമ്യമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് ഉപാധികൾ എന്നതിന്റെയൊക്കെ വിശദാംശം ലഭിച്ചിട്ടുണ്ടോ? അനുജ, ഈ അന്വേഷണത്തെ ബാധിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്നായി ഉത്തരവിന്റെ ഭാഗമായി ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഈ മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടേ നമുക്ക് അക്കാര്യത്തിൽ വ്യക്തത നൽകാനായിട്ട് സാധിക്കൂ. തുറന്ന കോടതിയിൽ കോടതി വ്യക്തമാക്കിയത് ഹേമന്ത് സോറന് നിലവിൽ ഇനി ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ തുടരേണ്ടത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളതാണ് തുറന്ന കോടതിയിൽ ജഡ്ജി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഇതിന്റെ പൂർണ്ണ രൂപം, വിധിപകർപ്പിന്റെ പൂർണ്ണ രൂപം ലഭിക്കേണ്ടതുണ്ട്. അനധികൃതമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറ്റുന്ന മാഫിയയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടത്തിയതിൽ ഹേമന്ത് സോറന് ബന്ധമുണ്ടെന്നാണ് ഇഡിയുടെ ആരോപണം. അദ്ദേഹം അത് ശക്തമായിട്ട് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് പിന്നീട് സിബിഐ രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഹേമന്ത് സോറന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഈ ജാമ്യം ഇഡി ശക്തമായിട്ടുള്ള എതിർപ്പ് ഉന്നയിച്ചിരുന്നെങ്കിലും കോടതിയെ സംബന്ധിച്ച് ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി ഹേമന്ത് സോറൻ മുൻ മുഖ്യമന്ത്രി, ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഹേമന്ത് സോറൻ ഇനി ഏതെങ്കിലും വിധത്തിലൊരു കസ്റ്റഡിയിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് നിരീക്ഷിച്ച സാഹചര്യത്തിലാണ് നടപടി. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി.